അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണ്. അറിയാത്തവർക്ക് വേണ്ടി സ്ക്രീനിൽ സ്വലാത്ത് കൊടുത്തിട്ടുണ്ട്, നോക്കി ചൊല്ലാവുന്നതാണ്. സ്വലാത്തുൽ ഫാത്തിഹ് ഇനി പറയുന്ന രൂപത്തിൽ ചൊല്ലിയാൽ നമ്മുടെ ഏത് ആഗ്രഹവും നേടിയെടുക്കാൻ സാധിക്കും. മഹാന്മാരായ തീജാനി ത്വരീഖത്തിൻ്റെ മശായിഖന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രൂപമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക. പറയപ്പെട്ട രൂപത്തിൽ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുക. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്യുക. 100% നിങ്ങൾക്ക് വിജയം ലഭിക്കും, ഉറപ്പാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. സ്വലാത്തുൽ ഫാത്തിഹ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ ഇനി പറയുന്ന രൂപത്തിൽ ചൊല്ലിയാൽ മതി. സ്വലാത്തുൽ ഫാത്തിഹ് 100 തവണ നാം ചൊല്ലുക. 100 തവണ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയിട്ട് അതിൻ്റെ മിസ്ര സവാബിനെ ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് ഞാൻ ഹദിയ ചെയ്തിരിക്കുന്നു എന്ന് ഓരോരുത്തരും പറയുക. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നാം തവസ്സുൽ ചെയ്ത് സ്ക്രീനിൽ കാണുന്ന ഈ ദിക്ർ 100 തവണ ചൊല്ലുക. യാ റബ്ബി തവസ്സൽതു ഇലൈക ബിഹബീബിക വറസൂലിക വഅളീമിൽ ഖദ്രി ഇൻദക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖളാഇൽ ഹാജത്തില്ലതി ഉരീദുഹാ. ഒന്നുകൂടെ പറയാം. യാ റബ്ബി തവസ്സൽതു ഇലൈക ബിഹബീബിക വറസൂലിക വഅളീമിൽ ഖദ്രി ഇൻദക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖളാഇൽ ഹാജത്തില്ലതി ഉരീദുഹാ. ഇങ്ങനെ 100 തവണ നാം ചൊല്ലിയതിനു ശേഷം മഹാനായ അഹ്മദ് തീജാനി തങ്ങളുടെ മേലിൽ നാം തവസ്സുലാക്കിക്കൊണ്ട് ഇനി പറയുന്ന ദിക്ർ ചൊല്ലുക. സ്ക്രീനിൽ കാണുന്ന ആ ദിക്റിനെയാണ് നിങ്ങൾ 10 തവണയാണ് ചൊല്ലേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വതവജ്ജഹു ഇലൈക ബിജാഇ ഖുതുബിൽ കാമിൽ സയ്യിദ് അഹ്മദ് തീജാനി വജാഇഹി ഇൻദക അൻ തുഅതിയനി. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിജാഹിൽ ഖുതുബിൽ കാമിൽ സയ്യിദി അഹ്മദ് തീജാനി വജാഇഹി ഇൻദക അൻ തുഅതിയനി എന്ന് 10 തവണ ചൊല്ലുക. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വലാത്തുൽ ഫാത്തിഹ് 100 തവണ തന്നെ ചൊല്ലണം. 99 ആകരുത്, 101 ആവരുത്. അതുപോലെ തന്നെ മുത്തുനബിയെ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദിക്ർ 100 തവണ തന്നെ ചൊല്ലണം, എണ്ണം തെറ്റിപ്പോകരുത്. അഹ്മദ് തീജാനി തങ്ങൾ തവസ്സുലാക്കിക്കൊണ്ടുള്ള ദിക്ർ 10 തവണ തന്നെയാണ് നാം ചൊല്ലേണ്ടത്. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുക. നമുക്കറിയുന്ന ഭാഷയിൽ ദുആ ചെയ്യാം. അറബിയിൽ തന്നെ ആവണമെന്നില്ല, മലയാളത്തിലും ദുആ ചെയ്യാം. ഇങ്ങനെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ പേരക്കുട്ടിയായ അഹ്മദ് തീജാനി തങ്ങളുടെ ബറക്കത്ത് കൊണ്ടൊക്കെ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. ഈ രൂപത്തിൽ എല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ദുആ വസിയ്യത്തും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.